നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക, സ്ഥാനാർത്ഥികളെയൊക്കെ മത്സര രംഗത്തേക്ക് ഇറക്കുക, മുന്നണികളൊക്കെ വലിയ ഒരു തിരക്കിലാണ്. നമുക്കറിയാവുന്ന പോലെ CPM അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സ്ഥാനാർത്ഥികളായ BJPക്കും കോൺഗ്രസിനും ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അത്തരത്തിലൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. നമുക്കറിയാം, ഒരു സ്റ്റാർ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ഇപ്പോൾ നിലവിലെ LDF MLA VK പ്രശാന്ത്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് K മുരളീധരൻ, BJPയുടെ അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ BJPയുടെ R ശ്രീലേഖയും മത്സരക്കളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റാർ മണ്ഡലമായിട്ട് വട്ടിയൂർക്കാവ് മണ്ഡലം മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ആ മുന്നേറ്റം ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിലും BJPയെ തുണയ്ക്കുമോ എന്നതാണ് ചോദ്യം. എന്തായാലും BJP സ്ഥാനാർത്ഥി R ശ്രീലേഖ ഈ ഒരു സ്ഥാനാർത്ഥികളെയൊക്കെ ഈ നമ്മുടെ വോട്ടർമാരെയൊക്കെ കാണാനും അവർ വോട്ടുറപ്പിക്കാനുമുള്ള തിരക്കിലാണ്. വോട്ടർമാരെയൊക്കെ കാണുന്നുണ്ട്, അവരോട് വോട്ടുറപ്പിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരു പര്യടനത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി ആയിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, അതിൽ ഏതെങ്കിലുമൊക്കെ പരിഹരിക്കപ്പെട്ടോ? പതുക്കെ ഓരോന്നോരോന്നായിട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടോയ്ലറ്റിന്റെ കാര്യം തന്നെ 2 ടോയ്ലറ്റ് സാങ്ഷൻ ആക്കിയിട്ടുണ്ട് ഇവിടത്തേക്ക്. അതിന് സ്ഥലം കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥലം കണ്ടുപിടിച്ച ഉടനെ ഞങ്ങള് ഈ ടോയ്ലറ്റുകൾ ടെമ്പററി ആയിട്ട് കെട്ടുന്നില്ല, പെർമനന്റ് ആയിട്ട് സ്റ്റാഫിനെ വെച്ച് കെട്ടുന്ന ടോയ്ലറ്റുകളാണ്. അങ്ങനെ അതുണ്ട്. പിന്നെ അതുപോലെ കുറെ വികലാംഗർക്ക്, അതായത് ദിവ്യാംഗർ എന്ന് പറയുന്നവർക്ക് 3 വീലർ സ്കൂട്ടറുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ എന്റെ കോർപ്പറേഷനിൽ തന്നെയുള്ള ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 8-9 പേർക്ക് സ്ഥലമുള്ളവർക്ക് വീട് വെക്കാനായിട്ട് ആദ്യ ഗഡു അതും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കൗൺസിലറാണ്, ശ്രീലേഖ. ഇപ്പൊ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കേട്ടോ. വോട്ട് ചെയ്യാൻ പോവാറില്ലേ? എന്താ പേരെന്താ? ലീല. ഇടുക്കിയാണ്. വിറ്റ് പോണുണ്ടോ ചക്കച്ചമ്മ? ഇഷ്ടപ്പെടുന്നുണ്ടോ? നടക്കട്ടെ. എന്തെങ്കിലും പരാതി പറയാനുണ്ടോ? എനിക്ക് പരാതിയൊന്നും പറയാനില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയാൽ അവർക്ക് നാളെ നല്ലത് കിട്ടും. മോശമായ രീതിയിൽ വന്നാൽ അവര് വേറെ തിരിയും. ശരി, അത് തന്നെ കറക്റ്റ്. എന്ത് പരാതിയാണ്? എനിക്ക് പരാതി ഉള്ളതേ, ഈ ട്രാൻസ്ഫോമർ മഴയൊക്കെ പെയ്യുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടലൊക്കെ ഉണ്ടാവും, ഇടിവെട്ടല് മിന്നലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ചുമന്ന ബോർഡിരിക്കുന്നില്ല, അവിടെ ആ കറുത്ത കാർ കിടക്കണില്ലേ ട്രാവൽസിന്റെ, ആ കാറിന്റെ അവിടെ എന്റെ പെട്ടികളൊക്കെ വെച്ച്, ഒരു പെട്ടിയേ ഉള്ളൂ, 2 ചക്ക വെട്ടിയിട്ട് ഞാൻ അവിടെ നിന്നെടുത്ത് എല്ലാം വൃത്തി ആക്കി തൂത്തൊക്കെ വാരിയിട്ടിട്ട് പോകും. കോട്ടയെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അത് പറ്റൂല, ആ കടയിലവര്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഒരു വാതകവും ഇല്ല, ഞാൻ ഇവിടെ വെച്ച് വിറ്റിട്ട് തൂത്തൊക്കെ വാരിയിട്ടിട്ട് പോവാം. അതുപോലെ സഖാവ് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഇന്നാണ് കാണണം. ഇതേപോലെ വല്ലപ്പോഴും ഇതേപോലെ വരെയും പോവുകയും ചെയ്ത് നമ്മളൊക്കെ കാര്യങ്ങൾ എന്തെന്ന് അന്വേഷിച്ചാൽ നമുക്കും അതൊരു സന്തോഷം. അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ആ പയ്യ ഇത്ര ആഹാരത്തിന് വേണ്ടി പോയത്, ഒരാൾ ചെയ്യണം നല്ല ഇത് ദ്രോഹത്തിനാണ് എല്ലാവരെയും ബാധിക്കണം. ഈ ഒരുമാതിരി തല്ലിപ്പൊളി പയ്യന്മാര് ആഹാരത്തിന് ചെന്ന പയ്യനെയാണ് അടിച്ചു പോകുന്നത്, പോറ്റി ഉൾപ്പെടെ. അതൊന്നും ചെയ്യാൻ പാടില്ല. അത് അവര് ചെയ്യണ പ്രവൃത്തി നമുക്ക് ബാധകമാണ്. അതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നാൽ അതുപോലെ മുമ്പോട്ട് പോകും. ഞങ്ങൾ അവിടെ ഇതേപോലെ ഒരു പയ്യനെയാണ് ഞങ്ങൾ വിജയിപ്പിച്ചത്. അവ ചായ തട്ട് വെച്ചിരുന്നവനാണ്, അവനെ ഞങ്ങൾ വിജയിപ്പിച്ച്. ഇപ്പൊ ഞങ്ങൾക്ക് കൂടെ മലയും കിട്ടി. അവൻ നല്ല രീതിയിൽ വന്ന് പ്രവർത്തിച്ച്. എന്റേത് അവിടെയും മോനൊക്കെ ഇവിടെയാണ്. അവനും BJP ആണ്. അപ്പൊ എന്നെ ഒന്നും പറയാൻ താമസിക്കില്ല, അവൻ BJP ആയോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അവ ഇല്ലാത്തോണ്ടാണ് ഞാൻ പറയണത്, നമ്മളെ അതുപോലെ കാണണം. അവിടെ ഒരു അസൗകര്യമുണ്ട്, കാരണം ഇത്രയും സ്ഥലം അവിടെ ഇല്ല. ഇവിടത്തെക്കാളും വീതി ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ, നോക്കിയിട്ട് നമുക്ക് ഞാൻ പറയാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വാദമില്ല, ഞാൻ 2 ചക്ക കൊണ്ട് വെട്ടുന്നത് അവര് പറഞ്ഞിരിക്കുന്നത് അതൊരു സേഫ് അല്ല. ശരി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ രാത്രി കടകൾ വരും. ഇവിടെ ഈ കട വരും, അത് രാത്രിയിലാകുമ്പോഴേ ഇതെല്ലാം കഴിയുമ്പോ വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴുക്കി വെള്ളം. ഈ വെള്ളം രാവിലെ വരുമ്പോ ഇവിടെ കെട്ടിക്കിടക്കും. അത് അവൻ്റെ കൂടി പറഞ്ഞു തളർന്നു. നമ്മള് വൈകിട്ട് കച്ചവടം കഴിയുമ്പോ ഉള്ള കാലിനൊക്കെ ഒരുമാതിരി കുരുകുരായിട്ട് വരും. എല്ലാം ചെയ്യാം.
പ്രചാരണത്തിനിറങ്ങിയ കൗൺസിലർക്ക്, അതായത് വട്ടിയൂർക്കാവിലെ LDA സ്ഥാനാർത്ഥിക്ക് മുന്നിൽ ഒരു അമ്മ പരാതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ പരാതി പ്രേക്ഷകർ കേട്ടിരിക്കും. അപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട്, പരാതി പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പരിഹരിക്കപ്പെടട്ടെ. ശരി, പരിഹരിക്കണം. പൊളിറ്റിക്സിൽ താല്പര്യമുണ്ടോ? എങ്ങനെയുണ്ട് ഒരു ഇപ്പൊ പര്യടനം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഒരു പ്രതികരണം എങ്ങനെയുണ്ട് അവിടെ? ജനങ്ങളുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? വളരെ നല്ല പ്രതികരണമാണ്. ഒരുപാട് സ്നേഹം എല്ലാവരും തരുന്നുണ്ട്. പിന്തുണ ഒരുപാട് കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. വളരെ ഹാപ്പിയാണ് ഞാൻ. അല്ലല്ല, ബാത്റൂം എന്ന് പറയുന്നത് ഞാൻ കൗൺസിലറായിട്ട് ഇപ്പൊ ഇരിക്കുവാണല്ലോ. ഞാൻ 2 ബാത്റൂം ഓൾറെഡി സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങള് ഇപ്പൊ ഞങ്ങളെക്കാട്ടി ആണുങ്ങളെക്കാട്ടി ഏറ്റവും ബുദ്ധിമുട്ട് സ്ത്രീകളാണ്. എനിക്കറിയാം, ഇവിടെ കടകളൊക്കെ ഒരുപാട്. അത് എനിക്ക് നേരത്തെ തോന്നിയതാണ്. രണ്ടെണ്ണം കിട്ടി. അവിടെ വരെ പോകാൻ പ്രയാസം. ഇവിടുന്ന് അത്രയും ദൂരം ഇവിടെ ആയിരുന്നു പോണത്. സ്ഥലങ്ങൾ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കൗൺസിലർ ഓഫീസ് അവിടെ 2 ബാത്റൂം ഞാനിപ്പം ജനങ്ങൾക്ക് വേണ്ടി പൊങ്കാല ദിവസം തൊട്ട് ക്ലീൻ ചെയ്ത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ വശത്തൂടെ പോയ 2 ബാത്റൂം കോർപ്പറേഷന്റെ എന്റെ കൗൺസിലർ ഓഫീസിന്റെ അവിടെയാണ്.